ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. റവ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാണാം. ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു കാരയപ്പത്തിൻ്റെ ചട്ടിയിലാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടാം. ഇത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ സോസ് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടും കഴിക്കാം. ഞാനിവിടെ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം. ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ടൊമാറ്റോ പേസ്റ്റ് ഇതിലായി നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെറും 10 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാം, പിന്നെ അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്